അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിനെയും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയും വളച്ചൊടിക്കുകയും വക്രീകരിക്കുകയും ചെയ്യാതെ പിഴച്ച വിഭാഗങ്ങൾക്കും നിലനിൽപ്പില്ല. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ എത്ര ഭീകരമായ രൂപത്തിലും അവർ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ വക്രീകരിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആനിനെ പോലും ഒരു ദയാദാക്ഷിണ്യവുമില്ലാതെ പച്ചയായിട്ട് വക്രീകരിക്കും. അല്പമെങ്കിലും അറബിയിൽ ബാലപാഠം അറിയുന്നവർക്ക്, അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അല്പമെങ്കിലും ധാരണയുള്ള ഒരാൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ അവർ ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്യും. അഥവാ ഇത് മനസ്സിലാകാൻ അത്ര വലിയ ആലിമുൽ അല്ലാമയൊന്നും ആകണ്ട, വളരെ സാധാരണക്കാരായ ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും. അല്പമൊന്ന് ചിന്ത കൊടുത്താൽ ഒരുപക്ഷെ അത്ര പോലും ചിന്തിക്കാൻ കഴിയാത്ത ആളുകളെ വളരെ മോശമായ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുക സങ്കടകരമാണത്. അതല്ലെങ്കിൽ ഞങ്ങളത് തെറ്റിദ്ധരിപ്പിച്ചതല്ല, ഞങ്ങൾ പറഞ്ഞതു തന്നെയാണ് വിശുദ്ധമായ ഖുർആനിൻ്റെ അർത്ഥമെന്ന് ഏതെങ്കിലും വഹാബി മൗലവിക്ക് പറയാൻ കഴിയുമോ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ വ്യക്തിയെ തന്നെയാണ് ഈ വീഡിയോയിലും പരാമർശിക്കുന്നത്. ഏതായാലും നമുക്ക് ആദ്യം അദ്ദേഹം പറയുന്നത് കേൾക്കാം, എന്നിട്ട് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥമെന്നും മഹാന്മാരായ ഇമാമുമാർ അതിനെ എങ്ങനെയാണ് വിശദീകരിച്ചത് എന്നും ഇദ്ദേഹം നടത്തുന്ന തട്ടിപ്പ് എന്താണെന്നും നമുക്കൊന്ന് കാണാം. അദ്ദേഹം പറയട്ടെ. എന്നും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളതാണ് ഖുർആനിലെ 39-ാം അധ്യായം 45-ാമത്തെ വചനം. അതിൽ അല്ലാഹ് പറയുന്നത് അറിയോ? സമസ്ത ഇസ്ലാം അല്ല. അങ്ങനെ സൂറത്തു സുമറിലെ 45-ാമത്തെ വാക്ക് ആയത്ത്, അതിനെക്കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. ഇദ്ദേഹത്തിന് വലിയ അത്ഭുതമാണ് ആ ആയത്ത്. കാരണം ഇയാൾക്ക് അറബിയിൽ വലിയ പാണ്ഡിത്യമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞല്ലോ, വലിയ പണ്ഡിതനാണ് എന്ന് സ്വയം ധരിച്ചു വെച്ചതാണ്. എന്നിട്ട് ഇദ്ദേഹം ആ ആയത്ത് ഓതിയിട്ട് വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. എന്നിട്ട് ആ ആയത്തിൽ എന്താ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അത് അതിനേക്കാൾ വലിയ അത്ഭുതമാണ്. സമസ്തക്കാരെ പറ്റി പറയാണ്. സമസ്തക്കാരും മുജാഹിദുകളും തമ്മിലുള്ള തർക്കത്തിന് അള്ളാഹ് തീർപ്പ് കൽപ്പിക്കുക. 39-ാമത്തെ ഞാൻ ഒരേ ഒരു കാര്യം ഒന്ന് ആവശ്യപ്പെടുകയാണ്. അങ്കടി മുഖർകാരും എന്താണ് മൂപ്പരാ സ്ട്രോങ് കണ്ടില്ല, എത്ര കോൺഫിഡൻസോടുകൂടെയാണ് പറയണത്. സമസ്ത ഇസ്ലാം അല്ല എന്ന് അള്ളാഹു തീർപ്പ് കൽപ്പിക്കുകയാണ്. അങ്ങനെ ഉണ്ടോ? അങ്ങനെ കറക്റ്റായിട്ട് ഖുർആനിലുണ്ട്, വ്യക്തമായിട്ട് ഖുർആനിലുണ്ട്. എന്ത്? സമസ്ത ഇസ്ലാം അല്ല, സമസ്തക്കാർ നരകത്തിലാണ്. പിന്നെ ശരിയുള്ളതാരാണ്? ഈ മുജാഹിദീങ്ങൾ മാത്രം എന്ന് ഖുർആനിലുണ്ട്. ഇത് കേൾക്കുന്ന വളരെ സാധാരണക്കാരായ ആളുകൾ സുബ്ഹാന ജല്ല വഅല ഇങ്ങനെ വിശുദ്ധമായ ഖുർആനിലുണ്ടോ എന്നൊരു പക്ഷേ തെറ്റിദ്ധരിച്ചേക്കാം. ഏതായാലും അദ്ദേഹം ബാക്കി പറയട്ടെ. 39-ാം അധ്യായത്തിലെ 45 മാത്രങ്ങൾ ഇന്ന് പോയിട്ട് നിങ്ങളുടെ പണ്ഡിതന്മാർ എഴുതിയ പരിഭാഷ ഒക്കെ നിങ്ങൾ മുജാഹിദാവും. നിങ്ങളുടെ സത്യമാണ് അന്വേഷിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ സമസ്തയായിട്ട് അങ്ങനെ തുടരും. എന്താ അള്ളാഹ് പറയാണ്, അള്ളാഹിനെ പറ്റി മാത്രമായിട്ട് പ്രസ്താവിക്കപ്പെട്ടാൽ എങ്ങനെ? പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ സഹിക്കാത്ത ചില ആളുകൾ മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്. ഒന്ന് കേട്ടോളിട്ടോ, ശരിക്കും മനസ്സിലായിക്കോളി. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം, നേർച്ച അള്ളാഹ്ക്ക് മാത്രം. ആ മാത്രം കേട്ടാ ദേഷ്യം പിടിക്കുന്ന ചില ആളുണ്ട്. പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നൊരു ബോർഡ് ഒട്ടിച്ചാൽ RSSകാർ കീറാറില്ല, ക്രിസ്ത്യാനികൾ കീറാറില്ല, APEK സുന്നികൾ കീറുന്ന്. അല്ല പറയാണെന്ത്? ഒരിക്കൽ ഈ മാത്രത്തോട് ഭയങ്കര വിരോധമാണ്. ഖുർആന്റെ വചനാണ്. AP സുന്നികൾ കീറുന്നു, EK സുന്നികൾ കീറുന്നു. അല്ല പറയാ. എന്നിട്ടോ അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ സമസ്തക്കാർക്ക് ഭയങ്കര പ്രശ്നമാണ്. ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നമല്ല. APEK സമസ്തക്കാർക്ക് അള്ളാഹിനെ പറ്റി പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അതുകൊണ്ട് അതിൻ്റെ പോസ്റ്ററുകളൊക്കെ വരി ചീന്തിയിട്ടു. സത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല. ഈ ആയത്ത് പറയുന്നത് എന്താണ്? നമ്മൾ അഥവാ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം അല്ല. എന്താണ് സുന്നികൾ അഥവാ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസം? എന്താണ്? ആരാധനയുടെ ഭാഗമായ പ്രാർത്ഥന അഥവാ ദുആ, അത് അള്ളാഹുവിനോട് മാത്രമാണ് ദുആ. ആർക്കതിൽ തർക്കമുള്ളത്? നമ്മളൊക്കെ അള്ളാഹിനോട് തന്നെയല്ലേ ദുആ ചെയ്യാറുള്ളത്? ഞങ്ങളൊക്കെ ഒരുപാട് സദസ്സുകളിൽ ദുആ ചെയ്യാറുണ്ട്. അള്ളാഹുവെ റബ്ബന എന്ന് വിളിച്ചിട്ട് തന്നെ ഞങ്ങൾ ദുആ ചെയ്യാറുള്ളത്. അതേ സമയത്ത് മഹാന്മാരോട് ഇസ്തിഗാസ നടത്തുക, സഹായ തേട്ടം എന്നത് പരിശുദ്ധ ശറഅ് അംഗീകരിച്ചതാണ്. അത് ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന് പറയാൻ നിങ്ങൾക്ക് ഇതുവരെ സാധ്യമായിട്ടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പ്രമാണബദ്ധമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയ നിർവചനം കൊണ്ട് നിങ്ങൾക്ക് പലരെയും മുശ്രിക്കാക്കാൻ കഴിഞ്ഞു എന്നതിലപ്പുറം ഒന്നുമില്ല. അപ്പോൾ അള്ളാഹുവിനെ മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ ഭയങ്കര പ്രശ്നമാണ്. ഇനിയോ അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട്
മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞാൽ, CM വലിയുള്ളാഹിനെ പറഞ്ഞാൽ വലിയ ഹാപ്പിയാണ്, APകൾക്ക് വലിയ ഹാപ്പിയാണ്, അഥവാ കാന്തപുരം വിഭാഗത്തെയാണ് അദ്ദേഹം അതിൽ പറയുന്നത്. ഓർക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അള്ളാന്റെ കൂടെ CM അടൂരിനെ വിളിക്കാന്ന് പറഞ്ഞു, ഭയങ്കര ഹാപ്പി ആയിരിക്കും. APക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇങ്ങനൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനൊക്കെ ഖുർആനിലുണ്ട്. APക്ക് ഹാപ്പി ആയിരിക്കും എന്ത് പറഞ്ഞാല്, അള്ളാന്റെ കൂടെ മൊയ്തീൻ ഷേഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ, അള്ളാന്റെ കൂടെ മമ്പർന്നങ്ങളെ വിളിക്കാറിഞ്ഞാൽ ഓൾക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ടോ? ഇങ്ങനെയൊക്കെ ഖുർആനിലുണ്ട്. മൂപ്പര് തീർപ്പ് പറയണം. ഞാൻ സർവ്വ മുജാഹിദ് മൗലവിമാരെയും വെല്ലുവിളിക്കുകയാണ്, ഗ്രൂപ്പ് ഭേദമന്യേ വെല്ലുവിളിക്കുകയാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കളുമായി ബന്ധപ്പെടുത്തിയാണ് ഈ ആയത്ത് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ കയ്യിൽ നിന്ന് പന പറിച്ചു തരും നിങ്ങൾക്ക്. കളവ് പറയേ, ഒരു ലജ്ജയുമില്ലാതെ കളവ് പറയുകയോ? എന്താണ് ഈ ആയത്ത്? എന്താണ്? നമുക്ക് ബഹുമാനപ്പെട്ട ഇമാമുമാർ ഇതിനെ വിശദീകരിച്ചത് നമുക്കൊന്ന് പഠിച്ചു നോക്കാം. എന്താണ് ആയത്ത്, ഏതാണെന്ന് നമുക്ക് ആദ്യം കേൾക്കാം. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തു സുമർ 45-ാമത്തെ ആയത്ത്. ഇത് ഇമാം റാസി റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറു റാസിയാണ്. ബഹുമാനപ്പെട്ടവർ ഇത് വിശദീകരിക്കുകയാണ്. ഏതാണ് ആയത്ത്? വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറഹ വഇദാ ദുക്കിറൽ ലദീന മിൻ ദൂനിഹി ഇദാ ഹും യസ്തബ്ശിറൂൻ. എന്താണ് ആയത്തിൽ പറഞ്ഞെന്താണ്? വഇദാ ദുക്കിറല്ലാഹു വഹ്ദഹു, അല്ലാഹുവിനെ കുറിച്ച് മാത്രം പറയപ്പെട്ടാൽ, ഇശ്മഅസ്സത് ഖുലൂബുൽ ലദീന ലാ യുഅ്മിനൂന ബിൽ ആഖിറ, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത സത്യനിഷേധികളായ ആളുകൾക്ക് വെറുപ്പാണ്. അവർക്കത് സഹിക്കാൻ കഴിയൂല. ആരെ കുറിച്ചാണ് പറഞ്ഞത്? ആയത്തിന്റെ തഫ്സീറുകളൊന്നും നോക്കാതെ തന്നെ ആയത്തിന്റെ പ്രകടമായ അർത്ഥം എന്താണ്? ലാ യുഅ്മിനൂന ബിൽ ആഖിറത്തി, ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ആൾക്കാരെ കുറിച്ചാണ് ഈ പറയുന്നത്. അഥവാ സത്യനിഷേധികളായ ആളുകൾ, മക്ക മുശ്രിക്കുകളെ കുറിച്ചാണ് ഈ പറയുന്നത്. പിന്നെയോ വഇദാ ദുക്കിറല്ലദീന മിൻ ദൂനിഹി, അള്ളാഹുവിനെ കൂടാതെ മറ്റുള്ളവരെ പറയപ്പെട്ടാൽ, ഇദാഹും യസ്തബ്ശിറൂൻ, അവർക്ക് സന്തോഷാണ്. ആരാണ് ഈ മറ്റുള്ളവര്? ഇനി ഇത് വ്യക്തമായിട്ട് ഇതിനെ വിശദീകരിക്കുകയാണ്. വഹുവ, ഈ സംഭവം എന്താണ്? അന്നക ഇദാ ദക്കർതല്ലാഹ വഹ്ദ, അള്ളാഹുവിനെ കുറിച്ച് നബിയെ അങ്ങ് അവരോട് പറഞ്ഞു കൊടുത്താൽ, തഖൂലു, അഥവാ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു എന്ന് അവരോട് പറഞ്ഞാൽ, ലഹറത് ആസാറുൻ നിഫ്റതി മിൻ വുജൂഹിഹിം വഖുലൂബിഹിം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവരുടെ മുഖത്ത് സങ്കടത്തിന്റെയും അല്ലെങ്കിൽ വെറുപ്പിന്റെ അടയാളങ്ങൾ അവരുടെ മുഖത്ത് പ്രത്യക്ഷപ്പെടും. ഇനി വഇദാ ദക്കർത, നബിയെ അങ്ങ് പറഞ്ഞാൽ, അൽ അസ്നാമ വൽ ഔസാന, അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ കൂടെ അവർ ആരാധിക്കുന്ന ബിംബങ്ങളെ പറഞ്ഞാൽ, ലഹറത് ആസാറുൽ ഫറഹി വൽ ബിശാറത്തി ഫീ ഖുലൂബിഹിം വസുദൂരിഹിം, അവരുടെ മുഖത്ത്, അവരുടെ ഹൃദയത്തിൽ വല്ലാത്ത സന്തോഷം ഉണ്ടാവും. അതിൻ്റെ അടയാളങ്ങൾ പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്താ അവിടെ പറഞ്ഞത്? ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ആഖിറത്തിൽ വിശ്വാസമില്ലാത്ത ഒരുപാട് ഇലാഹുകളെ ആരാധിച്ചിരുന്ന മക്കത്തെ മുശ്രിക്കീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അവരുടെ ബിംബങ്ങളെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് സന്തോഷമുണ്ടാവുകയും അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞാൽ അവർക്ക് വെറുപ്പുണ്ടാവുകയും ചെയ്യുക എന്നതാണ്. എന്നാൽ ലോകത്ത് കോടാനക്കോടി വരുന്ന മുസ്ലിമീങ്ങൾ, ഈ കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസധാരയിലൂടെ കടന്നു വരുന്ന ഏതെങ്കിലും ഒരു സുന്നിക്ക് അല്ലാഹ് എന്ന് പറഞ്ഞാൽ വെറുപ്പുണ്ടാവുകയും ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങളെ കേട്ടാൽ സന്തോഷം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടോ? എന്തിനാണ് സഹോദര ഇങ്ങനെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നത്? ഇത് നിരവധി തഫ്സീറുകളിൽ ഇത് തന്നെയാണ്. ഇബ്നു കസീർ ഇത് തന്നെയാണ് പറയുന്നത്. മറ്റു തഫ്സീറുകളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. ഉദാഹരണത്തിന് വേണ്ടി ഒന്ന് മാത്രം സൂചിപ്പിച്ചതാണ്. ബിംബങ്ങളെ, മക്കത്തെ മുശ്രിക്കീങ്ങൾക്ക് അവരുടെ ബിംബങ്ങളെ കുറിച്ചുള്ള വിശ്വാസത്തെ ദ്യോതിപ്പിക്കാനും വ്യക്തമാക്കാനും വേണ്ടി വിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞ ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേലിൽ കെട്ടിവെച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന അതിവൈകൃതമായ ഒരു പ്രവർത്തനമാണ്, വികൃതമായ ക്രൂരമായ ഒരു പ്രവർത്തനമാണ് ഇദ്ദേഹം ചെയ്യുന്നത്. എന്നിട്ട് വളരെ കോൺഫിഡൻസോടുകൂടെ ഇദ്ദേഹം അങ്ങ് പറയാണ് സമസ്ത ഭയച്ചതാണെന്ന് ഖുർആനിലുണ്ട്. ഇതും ഈ ആയത്തും സമസ്തയും തമ്മിൽ എന്താ ബന്ധം? ഒന്ന് ശരിയാണ്, അള്ളാഹുവിന്റെ ഔലിയാക്കൾ ആദരിക്കപ്പെടേണ്ടവരാണ്, ആരാധിക്കുകയല്ല ആദരിക്കപ്പെടേണ്ടവരാണ്, ബഹുമാനിക്കപ്പെടേണ്ടവരാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം, അത് സമസ്ത അതേ രൂപത്തിൽ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ആദരവാണ്, ആരാധനയല്ല. അവരെ ആരാധിക്കുന്നില്ല. ഇവിടെ വിശുദ്ധമായ ഖുർആനിന്റെ ആ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മാത്രമല്ല, സത്യനിഷേധികളായ ആളുകൾ, ആഖിറത്തിൽ വിശ്വാസമല്ല,
അഇദാ മിത്നാ വകുന്നാ തുറാബൻ വഇദാമൻ അഇന്നാ ലമബ്ഊസൂൻ. അല്ലേ, ഞങ്ങൾ മരിച്ച മണ്ണായി പോയി, പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ഇനി ഒരു പുനർജന്മം ഉണ്ടാകുക എന്ന് വിശ്വസിക്കുന്ന മക്കാ മുശ്രിക്കുകൾ. എന്നിട്ട് അതിലേക്ക് കേരളത്തിലുള്ള എന്നല്ല ലോകത്തുള്ള മുഴുവൻ സുന്നികൾ, മഹാന്മാരായ ഇമാമുമാർ പോലും അതിലകപ്പെടും. അവർക്ക് ഇസ്ലാമിൽ നിന്നും പുറത്താണ്, ആകുള്ളത് ഇയാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ്. അതിനെന്താ തെളിവ്? പച്ചയായി വിശുദ്ധ ഖുർആന്റെ ദുർവ്യാഖ്യാനം ചെയ്യാം. ഇനി ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. ഇവരെ സംസാരം കേട്ടാൽ തോന്നും ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നുബുവത്ത് കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പ്രബോധനവുമായിട്ട് വന്നപ്പോൾ അബൂജഹലും കൂട്ടർക്കും എന്തായിരുന്നു പണി? ഒരിങ്ങനെ ഇസ്തിഗാസ നടത്തി, തബറുക്ക് എടുത്ത്, തവസ്സുല് നടത്തി, കുത്തുബിയത്ത് നടത്തി, ആണ്ടു നേർച്ചകൾ നടത്തിയൊക്കെ ഇങ്ങനെ നടക്കുകയായിരുന്നു. അതിന്റെ ഇടയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് പറഞ്ഞു ഇസ്തിഗാസങ്ങൾ നടത്തരുത്. അപ്പൊ അബൂജഹൽ പറയാണ്, ഇസ്തിഗാസ വിട്ടിട്ടുള്ള കളി നമുക്കില്ല. ഇങ്ങനെയാണ് തോന്നിപ്പോകും ഇവരുടെ സംഭവം. എന്താണ് അവരുടെ വിശ്വാസം? എന്താണ്? അവർ ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരാണ്. 33 കോടി ദൈവങ്ങൾ ആരാധിച്ചിരുന്നവരിലേക്കാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന പ്രകാരം മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത്. ഖുർആൻ അങ്ങനെ പറയുന്നുണ്ടല്ലോ, അവരോട് ഏകനായ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കണം, ആ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ അവർ തിരിച്ചെന്താ പറഞ്ഞത്? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ഒരുപാട് ദൈവങ്ങളെ ഒറ്റ ദൈവമാക്കുകയോ ഇതെന്തൊരത്ഭുതം. അവർക്കത് അംഗീകരിക്കാനോ അവർക്കത് മാനസികമായി ഉൾക്കൊള്ളാനോ കഴിയാത്ത വിധം ഒരുപാട് ദൈവങ്ങളെ ആരാധിച്ചിരുന്നവരാണ് അവർ. തഫ്സീറുകളിൽ കാണാം 360ഓളം ദൈവങ്ങളെ ഞങ്ങൾ ആരാധിച്ചു. ആ 360ഓളം ദൈവങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ഇനി ഒറ്റ ദൈവത്തിന് എല്ലാവർക്കും പാടത് ചെയ്യാൻ കഴിയുന്നോ എന്നാണ് അവർ അത്ഭുതത്തോടു കൂടെ ചോദിച്ചത്. അതല്ലേ അവരുടെ വിശ്വാസം. എന്നിട്ട് അത് കേരളത്തിലുള്ള മുസ്ലിമീങ്ങൾ, ലോകത്തുള്ള മുസ്ലിമീങ്ങളൊക്കെ മക്കത്തെ മുശ്രിക്കുകളെക്കാൾ അപകടകരമായ വിശ്വാസത്തിന്റെ ആളുകളാണ് എന്ന് ഖുർആനിനെ ദുർവ്യാഖ്യാനം ചെയ്ത് വരുത്തി തീർക്കുന്നത് എന്തിനാണ് സഹോദര? അല്ല, ഇതിന് മറുപടി പറയാൻ ചങ്കൂറ്റമുണ്ടെങ്കിൽ, ഇൽമിയായ ഖുവ്വത്തുണ്ടെങ്കിൽ നിങ്ങളത് പറയൂ, സമൂഹം അത് കേൾക്കട്ടെ. ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട്, സൂറത്തു സുമറിലെ ഈ ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് നിങ്ങൾ ഈ സമൂഹത്തോട് പറയൂ, ഇതാണ് ഈ സംഭവം എന്ന് നിങ്ങൾ പറയൂ. ഇത് അവരുടെ ബിംബങ്ങളെ ആരാധിച്ചിരുന്നതിനെ കുറിച്ച്, അതും ആഖിറത്തിൽ പോലും വിശ്വാസമില്ലാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞ ആയത്തുകൾ നിങ്ങളെ കുറിച്ച് തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് എന്താ? ഇൻതലഖു ഇലാ ആയാത്തിൻ നസലത് അലൽ കുഫാരി ഫജഅലൂഹാ അലൽ മുഅ്മിനീൻ. കാഫിരീങ്ങളുടെ മേലിൽ ഇറക്കപ്പെട്ട ആയത്തുകളെ മുഅ്മിനീങ്ങളുടെ മേൽ കെട്ടിവെക്കുന്ന അതിദാരുണമായ പ്രവർത്തനം, ക്രൂരമായ പ്രവർത്തനമാണ് നിങ്ങൾ ചെയ്യുന്നത്. ഈ ഉമ്മത്തിന്റെ ഈമാനിനെ വെച്ച് നിങ്ങൾ കളിക്കരുത്. നിങ്ങളുടെ പ്രാസ്ഥാനികമായ താല്പര്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ നിങ്ങൾ എവിടെ നിന്നോ തെറ്റിദ്ധരിച്ചതിന്റെ പേരിൽ ഈ ഉമ്മത്തിന്റെ ഈമാനിനെ നിങ്ങൾ പേപ്പിച്ച് കളയരുത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.